തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിനും ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നടക്കുന്ന ദീപാരാധനയ്ക്കും മകരവിളക്ക് കാണുന്നതിനുമൊക്കെയായി ഇവിടെ സന്നിധാനത്തു മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 18 മലകൾക്ക് അധിപനാണ് അയ്യപ്പസ്വാമി. ആ മലമുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പലയിടത്തു നിന്നാലും ആ ദർശനം സാധ്യമാകും. ഇവിടെ പുല്ലുമേട് അത്തരമൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതുപോലെ പരുന്തുംപാറ, പാഞ്ചാലിമേട്, അങ്ങനെ പലയിടത്തും. ഒരുപക്ഷെ നമ്മുടെ പമ്പയിലാണ് ഹിൽ ടോപ്പ്, അവിടെ നിന്നാൽ നമുക്ക് ആ ദർശനം സാധ്യമാകും. നിലയ്ക്കലിൽ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്, അവിടെ നിന്നാൽ ആ ദർശനം സാധ്യമാകും. അങ്ങനെ ഈ അട്ടത്തോട് അവിടെയൊക്കെ ഈ ദർശനം സാധ്യമാകുന്ന കുറേയേറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ് ഈ മകരവിളക്ക് ദർശിക്കുന്നതിനായി. പൊന്നമ്പലമേട് നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഉയർന്ന പുൽമേടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് കുന്നും പുൽമേട് എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ദീപാരാധന ഒരു പക്ഷേ കൂടുതൽ സ്ഥലത്തേക്ക് അത് വിസിബിൾ ആയതുകൊണ്ട് അത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു തരത്തിൽ അത് നല്ലതുമാണ്. കാരണം ഇത്രയും ആളുകൾ, ഈ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ സന്നിധാനത്തേക്ക് വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ അവിടെ ജനനിബിഡമാകും സന്നിധാനം. തന്നെയുമല്ല, പമ്പയിൽ അവരെ തടയണം, പിന്നീട് നിലയ്ക്കലിൽ അവരെ തടയണം. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടി ഈ നിലയിൽ ഇത്തരം പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളെന്ന് നമ്മളിപ്പോൾ പറയുന്ന അത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഭക്തിയോടെ ആളുകൾ കാത്തു നിൽക്കുന്നത്, അവരെ സംബന്ധിച്ച് അതൊരു ദീപാരാധന തന്നെയാണ് പൊന്നമ്പലമേട്ടിൽ നടക്കുന്നത്. അത് കാണുക. പിന്നീട് സന്നിധാനത്തേക്ക് വന്നാൽ അവിടെ ഈ മകരവിളക്ക് ദിവസം, മകര സംക്രമ സന്ധ്യയിലെ ദീപാരാധനയിൽ ചാർത്തുന്ന ഈ തിരുവാഭരണം പിന്നീട് 5 ദിവസം അവിടെ അത് ചാർത്തിയുള്ള പൂജ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ ആ ദിവസങ്ങളിൽ അവർക്ക് പിന്നീട് വന്നാലും ആ വിഗ്രഹം ദർശിച്ച് മടങ്ങുകയും ചെയ്യാം. അങ്ങനെയും ആ നിലയിൽ ആ തീർത്ഥാടനം ക്രമീകരിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ തിരക്ക് ഒഴിവാക്കാൻ കൂടി അത് സഹായകമാകും. ഇന്ന് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് നിലയ്ക്കലിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്ര താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. പമ്പയിൽ നിന്നാണെങ്കിലും അത് തടഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ദീപാരാധന ഇവിടെ കഴിഞ്ഞ് ഇവിടെ നിന്ന് തീർത്ഥാടകർ മല ഇറങ്ങുമ്പോഴേ അവിടെ നിന്ന് ആളുകളെ കയറ്റിവിടുകയുള്ളൂ. ഈ 1 മണിക്കൂർ, ഇനി വരാൻ പോകുന്ന 3-4 മണിക്കൂർ വളരെ നിർണായകമാണ്. ഒരു വലിയ ഭക്തജന സഞ്ചയം ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനപ്പുറത്തേക്ക് അതിൽ വലിയൊരു ബൃഹത്തായ സഞ്ചയം അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നു. അങ്ങനെ അവരെ ക്രമീകരിച്ച് അവർക്ക് സുഗമമായ ദർശനം അനുവദിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ ക്രമീകരണം വിവിധ സർക്കാർ വകുപ്പുകൾ, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയേഴ്സ്, അതുകൂടാതെ എത്രയോ ഈ സ്വയം വോളണ്ടിയേഴ്സായ എത്രയോ ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അയ്യപ്പൻ സർവഭൂത ദയാപരൻ എന്നാണ് പറയുന്നത്. എല്ലാ ചരാചരങ്ങളോടും കാരുണ്യത്തോടെ പെരുമാറുന്ന ഭഗവാൻ എന്നാണ് അയ്യപ്പനെ വിശ്വാസികളൊക്കെ കരുതുന്നത്. അങ്ങനെ എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ കാണുന്ന ഭഗവാന്റെ ഭക്തരെ അവർക്ക് സൗകര്യമൊരുക്കുന്നത് പോലും പുണ്യമാണ് എന്നത് ആണ് സങ്കല്പവും വിശ്വാസവും. അതുകൊണ്ട് ആ നിലയിൽ അവിടെ എത്തുന്നവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നത് പോലും പുണ്യമാണ്. നമുക്കറിയാം, ഈ അവിടെ ശബരിമലയിൽ അന്നദാനത്തിന് വേണ്ടി എത്രയോ ആളുകൾ നിരന്തരമായി കോടതിയിൽ ഇടപെടാറുണ്ട്. പണ്ടൊക്കെ അത്തരം അനുവാദം നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമാക്കി ചുരുക്കുകയും ഒക്കെ ചെയ്ത കോടതിയുടെ ഇടപെടൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ വരുന്നവർക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടുണ്ടാവാൻ പാടില്ല, കുടിവെള്ളത്തിനൊരു മുട്ടുണ്ടാകാൻ പാടില്ല. അതൊന്നും അവിടെ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. പണ്ട് കാലങ്ങളിൽ നമ്മളുടെയൊക്കെ നാടുകളിൽ നിന്ന് ഈ തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുമ്പോൾ അവരുടെ ഇരുമുടിക്കെട്ടിലെ സഞ്ചിയിൽ ഒരു ഭാഗം അരിയായിരിക്കും. ആ അരി എന്നത് അവിടുത്തെ അന്നദാനത്തിന് വേണ്ടി, അവിടെ അന്നദാനത്തിൻ്റെ വലിയ ബോക്സുകൾ അവിടെ ഉണ്ട്. ആ അന്നദാനത്തിന് വേണ്ടി അരി അർപ്പിക്കാവുന്ന ആ പെട്ടികളിലേക്ക്, ആ വലിയ സംഭരണികളിലേക്കാണ് നമ്മളുടെ ഇരുമുടിക്കെട്ടിലെ അരി നിക്ഷേപിക്കുന്നത്. അതൊക്കെ അവിടെ അന്നദാനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അവിടുത്തെ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ആ നിലയിൽ അവിടെ അന്നദാനത്തിന് വേണ്ടി അരി നമ്മളുടെ ഇരുമുടിയിൽ അത് കൊണ്ടുപോവുക, അത് ശിരസിലേറ്റ് നമ്മൾ യാത്ര ചെയ്യുന്നു. അങ്ങനെ അയ്യപ്പൻ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വഭൂതങ്ങളോടും ചരാചരങ്ങളോടും ദയാപരനായി പെരുമാറുന്ന അവരുടെ ഒരു കാരുണ്യമൂർത്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അയ്യപ്പ സ്വാമിയുടെ ഭക്തർക്കും ആ നിലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവിടെ എത്തുന്നവരെ സ്വാമി എന്ന് നമ്മൾ വിളിച്ചാൽ നമ്മൾ അയ്യപ്പനെ എങ്ങനെയാണോ കാണുന്നത്, ശ്രീകോവിലിലെ പ്രതിഷ്ഠ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അയ്യപ്പൻ നമ്മളുടെ മുന്നിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണോ അവരെ കാണേണ്ടത്, അതുപോലെ തന്നെയാണ് അവിടെ എത്തുന്ന ഭക്തരെ കാണേണ്ടത് എന്ന് നേരത്തെ പലപ്പോഴും ചിലരൊക്കെ രോഷത്തോടെ പ്രതികരിക്കുന്നുണ്ട്. അവിടെ പോലീസ് അയ്യപ്പന്മാർ ആളുകളോട് മോശമായി പെരുമാറുന്നു എന്നത് അങ്ങനെയല്ല. അവരോട് അങ്ങനെ ഒരു അയ്യപ്പൻ, ശ്രീകോവിലിലെ അയ്യപ്പൻ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു, മാലയിട്ടാൽ ആ ശ്രീകോവിലിലെ അയ്യപ്പനും
ആ മാല ഇടുന്നയാളും സ്വാമിയാണ്. അപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ കാണണം എന്നത് അവിടുത്തെ ഒരു വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സ്വാമിമാരാകുന്നത്. അവിടെ പണ്ട് കാലങ്ങളിൽ ഈ കഴുതകളായിരുന്നു ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ചുമടുമായി പോകുന്നത്. നമ്മൾ നിറഞ്ഞ ആ യാത്രാപാതയിലൂടെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നമ്മളെ ചവിട്ടി ഈ കഴുതകളുടെ കൂട്ടം കടന്നു പോകുമായിരുന്നു. അപ്പോഴും നമ്മൾ ദേഷ്യപ്പെടാതെ കഴുതസ്വാമി എന്നാണ് പറയാറുള്ളത്. അങ്ങനെ എല്ലാവരെയും സ്വാമിമാരാകുന്ന അവിടെ നമ്മളുടെ മാർഗമധ്യേ വലിയ വിഷപ്പാമ്പുകളൊക്കെ വരാം. അതൊക്കെ നമ്മൾ ആ സമയത്ത് ശരണം വിളിച്ചാണ് അവിടെ ആളുകൾ അവിടെ എത്തുന്ന ഇത്തരം ഈ വന്യമൃഗങ്ങളെയൊക്കെ ഓടിക്കുന്നത്. ഈ കാനനപാത, എരുമേലിയിൽ നിന്നുള്ള കാനനപാതയിലൂടെ യാത്ര ചെയ്തിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കറിയാം. ആ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ 2-3 ദിവസം പല ഇടത്താവളങ്ങളിൽ ക്യാമ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന ഇടത്താവളങ്ങളൊക്കെ വനനിബിഡമാണ്. ഈ സമയത്ത് മാത്രമാണ് അത് ഒരു യാത്രാ വഴിയായി വനം വകുപ്പിൻ്റെ ഒക്കെ അനുമതിയോടുകൂടി തെളിയിക്കുന്നത്. അത്തരം ഇടത്താവളങ്ങളിൽ മാത്രമേ നമ്മൾ തങ്ങാവൂ എന്നതാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. അങ്ങനെ ഇടത്താവളങ്ങളിൽ നമ്മൾ തങ്ങുമ്പോൾ രാത്രിയിൽ നമുക്ക് കേൾക്കാം വളരെ അടുത്ത് ആനകൾ ചിഹ്നം വിളിക്കുന്നത്, അതുപോലെ ആനകൾ ഈ മരം ഒടിച്ച് അവരുടെ അതിൻ്റെ ഇല ആഹാരമാക്കുന്നതൊക്കെ നമുക്ക് വളരെ അടുത്ത് കേൾക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നിർദ്ദേശം നിങ്ങൾ ഈ വിളക്കിന് മുന്നിൽ നിന്ന് ഉറക്കെ ശരണം വിളിച്ചോളൂ എന്നതാണ്. അപ്പോൾ ശരണം വിളിയാണ് ശബരിമലയിലെ എല്ലാ പ്രതിസന്ധിയുടെയും ഒരു പരിഹാരം. അവിടെ അസുഖം വരുമ്പോഴും ആളുകൾ അങ്ങനെ ചെയ്യും. അതുപോലെ നമ്മൾ അവിടെ എന്താവശ്യത്തിനും ശരണം വിളിക്കുകയാണ്. നമുക്ക് നമ്മളുടെ കൂടെ ഒരാളെ കാണാതെ പോയാലും നമ്മൾ ശരണം വിളിച്ച് നമ്മുടെ സന്ദേശം അറിയിക്കുകയാണ്. അങ്ങനെ ശരണം വിളിയാണ് ശബരിമലയിലെ എല്ലാ പ്രതിസന്ധിക്കും ഒരു പരിഹാര മന്ത്രം. അത് ഈ പണ്ഡിതനും പാമരനും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ ആർക്കും വിളിക്കാം. സാധാരണ ഇത്തരം മൂലമന്ത്രങ്ങളൊക്കെ സംസ്കൃതത്തിലുള്ളതാണ്. അത് ശ്രീകോവിലിലെ പൂജയ്ക്ക് അത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ സ്വാമി ശരണം എന്നതാണ് നമ്മളുടെ മന്ത്രം. അത് മതി. അത് വിളിക്കുന്നതോടുകൂടി ആ വ്രതശുദ്ധിയോടെ അത് വിളിക്കുന്നതോടെ ആ തീർത്ഥാടനത്തിൻ്റെ പാതയിൽ അത് വിളിക്കുന്നതോടെ വിളിക്കുന്ന ഞാനും വിളി കേൾക്കുന്ന ഭഗവാനും ഒന്ന് എന്നതാണ് ശബരിമലയുടെ ഒരു വലിയ സന്ദേശം. ഒരു പക്ഷേ ഈ ഭാരതീയ ചിന്താ പദ്ധതി പ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട പല വേദമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഇത് നമ്മളുടെ ഒരു ഫിലോസഫി എന്നത് അത് തന്നെയാണ്. എപ്പോഴും മുന്നോട്ട് വയ്ക്കാറുള്ള ഒരു ഫിലോസഫി അത് തന്നെയാണ്. അതിന് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമോ ഭാഷ കാല ദേശ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അത് ആത്യന്തികമായി പ്രപഞ്ച സത്യം എന്നത് ഞാനും ആ സത്യവും ഒന്ന് എന്നതാണ് ഈ ചിന്താ പദ്ധതിയുടെ പൊരുൾ. ആ പൊരുളാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ മുഴുവൻ എന്നത്. നമ്മൾ അതിനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ ആ പൊരുൾ, അതായത് ജപിക്കുന്ന ഞാനും ജപമേൽക്കുന്ന ഭഗവാനും ഒന്ന്, അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനിൽ നാരായണനെ അല്ലെങ്കിൽ ഭഗവാനെ കാണുന്നു എന്നത് ആ ചിന്താ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയതാണ്. തീർത്ഥാടനത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും ഒരുപക്ഷെ നമ്മൾ അതിനെ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. നമ്മൾ മാലയിടുന്നത് മുതൽ സന്നിധാനത്ത് പോയി അയ്യപ്പനെ കണ്ട് അവിടെ ഈ വഴിപാടുകളൊക്കെ കഴിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ച് നമ്മൾ തിരിച്ചിറങ്ങി തിരികെ വന്ന് നമ്മൾ വീട്ടിലെത്തുന്നത് വരെയുള്ള ആ തീർത്ഥാടനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അതുതന്നെയാണ്. ആ നിലയിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ ആ സത്യവും ഞാനും ഒന്നാണ്. അതിനെ അന്വേഷിച്ചാണ് നമ്മൾ യാത്ര ചെയ്തത്. അവിടെ എത്തിയപ്പോഴാണ് അത് ഞാനും നീയും ഒന്നാണ്, അല്ലെങ്കിൽ അവിടെ ആ ശ്രീകോവിലിൽ വിളങ്ങുന്ന ചൈതന്യവും ആ ചൈതന്യം തന്നെയാണ് നിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നതും എന്ന് നമ്മളോട് പറഞ്ഞിട്ട്, അതാണ് വിശ്വാസം, അതാണ് ഈ ചിന്താ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തിരികെ ഇറങ്ങണമെന്നാണ് നമ്മളോട് പറയാറുള്ളത്. നമുക്ക് ഒരിക്കൽ കൂടി സന്നിധാനത്തേക്ക് പോകാം. ശ്രീകാന്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത്, ഇതാ 5:45 എത്തുന്നു. ശരംകുത്തിയിൽ സ്വീകരണ ചടങ്ങുകൾ തുടങ്ങിയോ? തിരുവാഭരണത്തിന് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, നിലവിലിപ്പോൾ ശരംകുത്തിയോടടുക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. മരക്കൂട്ടമൊക്കെ പിന്നിട്ട് ശരംകുത്തിയോടടുക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര എന്നുള്ളതാണ്. അവിടെ നിന്നും സ്വീകരിച്ചാനയിച്ച് അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് തിരുവാഭരണങ്ങൾ എത്തിക്കും. ഇവിടെ കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങാനായി അതിന് ചുമതലപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ത സഹസ്രങ്ങൾ സന്നിധാനത്ത്, പണ്ടിത്താവളത്തും സന്നിധാനത്തും ഈ വലിയ നടപ്പന്തലിലും അങ്ങനെ സന്നിധാനത്താകമാനം
ഭക്ത സഹസ്രങ്ങൾ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നമ്മൾ പാണ്ടിത്താവളത്തെ ദൃശ്യങ്ങൾ നമ്മളൊന്ന് കാണിച്ചു തരാം. ഈ പാണ്ടിത്താവളത്ത് 3 ദിവസമായി നമ്മുടെ മീഡിയ സ്റ്റുഡിയോ അടക്കം അവിടെയാണ് 3 ദിവസമായി പർണശാലകൾ കെട്ടിക്കാത്തിരിക്കുകയാണ് ഈ ഭക്ത സഹസ്രങ്ങൾ. ഒരു നോക്ക് കാണാൻ പൊന്നമ്പലവാസൻ സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന ആ കാഴ്ചയൊന്ന് കാണാൻ, ആ ദീപാരാധനയൊന്ന് തൊഴാൻ, പൊന്നമ്പലമേട്ടിൽ ആ മകരജ്യോതി ഒന്ന് ദർശിക്കാൻ 3 ദിവസത്തിലേറെയായി കാത്തിരിപ്പിലാണ് അവർ. തണുപ്പും അതോടൊപ്പം നട്ടുച്ച സമയത്തെ കൊടും ചൂടുമൊന്നും അവരെ അലട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയധികം ഭക്തി പാരവശ്യത്തിലാണ് അവർ ഓരോരുത്തരും. ശരണമന്ത്രങ്ങൾ മാത്രമാണ് അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. ആ ശ്രീകാന്ത് തുടരുക. നമുക്ക് ആ ദീപാരാധനയുടെ സമയത്തേക്കും അതുപോലെ തന്നെ തുടർച്ചയായി ആ ദൃശ്യങ്ങളൊക്കെ നൽകേണ്ടതുണ്ട് പ്രേക്ഷകരിലേക്ക്. അതുകൊണ്ട് ഒരു ചെറിയ ഇടവേള ഈ ഘട്ടത്തിൽ എടുത്ത് നമുക്ക് തിരുവാഭരണ ഘോഷയാത്രയുടെ, ദീപാരാധനയുടെ, മകരവിളക്കിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും വരാം. ശ്രീകാന്ത് അവിടെ തുടരുക. നമുക്ക് വളരെ വേഗം മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.